സ്നേഹാദരണീയരായ മുജാഹിദ് പ്രവർത്തകരെ, സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അത് ശരി, മുജാഹിദുകൾക്ക് മാത്രമുള്ള ക്ഷണം? സാധാരണ അങ്ങനെയല്ലല്ലോ ഉണ്ടാവാറ്. എന്തായാലും എന്താ സംഭവം പറയും. ഇന്ന് സമൂഹത്തിൽ അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ, അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കാൻ പലരും പല തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് ശരിയാണ്. വിശദീകരണം കഴിയുമ്പോൾ മർക്കസ് ദഅവ വിഭാഗത്തിൻ്റെ അഭിപ്രായ പ്രകാരങ്ങളും ഇപ്പം അതിൽ പെടാൻ പോവാണ്. എന്തായാലും പറയട്ടെ. ഏകനായ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, ആ അള്ളാഹുവിനോട് മാത്രമേ സഹായം ചോദിക്കാവൂ എന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ബാധ്യത മുജാഹിദുകളായ നമ്മെ, മുസ്ലിമീങ്ങളായ നമ്മെ അള്ളാഹു തആല ഏൽപ്പിച്ചിട്ടുള്ളതാണ്. ആ ഒരു വിഷയത്തിന്റെ ഗൗരവം ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി 13/12/24 വെള്ളിയാഴ്ച ജുമുഅ ഖുതുബയിൽ ആ ഡേറ്റ് പറഞ്ഞത് വളരെ നന്നായിട്ടോ. കാരണം അടുത്ത അപ്ഡേഷൻ വരുമ്പോൾ ആശയക്കുഴപ്പമുണ്ടാവില്ല ആൾക്കാർക്ക്. അതുകൊണ്ട് ആ ഡേറ്റ് പറഞ്ഞത് വളരെ നന്നായി. കാരണം അപ്ഡേഷൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണേ. ജിന്നുകളോടുള്ള ചില വിഷയങ്ങളുമായി സംസാരിച്ച കൂട്ടത്തിൽ പടച്ച റബ്ബെ, ജിന്നിനെ തൊട്ടപ്പോൾ കുടുങ്ങും. ജിന്നിനെ ഏത് മുജാഹിദ് തൊട്ടാലും ഒന്നെങ്കിൽ അവന് മുശ്രിക്കാണ്, അല്ലെങ്കിൽ കാഫിറാണ്. രണ്ടിലൊന്ന് സംഭവിക്കും. ഇതൊക്കെ അറിഞ്ഞിട്ടും നിങ്ങൾ ആ വിഷയം പറയാൻ പോയത് എന്തിനെ? ആ ജിന്നുകൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കില്ല എന്ന് എന്റെ വാക്കുകളിൽ നിന്ന് ഒരബദ്ധം സംഭവിക്കുകയുണ്ടായി. അത് ശരി. അതെപ്പോഴാണ് അബദ്ധമായത്? അതെപ്പോഴാണ് മൗലവി അബദ്ധമായത്? കേന്നമ തന്നെ പുറത്തിറക്കിയ പഴയൊരു പുസ്തകം ഉണ്ടല്ലോ, ഇസ്ലാഹി പ്രസ്ഥാനം എന്ന പുസ്തകം. ആ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട് ജിന്ന് ബാധ ഷിർക്കാണെന്ന്. ജിന്ന് ബാധയിൽ വിശ്വസിക്കൽ ഷിർക്കാണ് എന്ന് പറയണ്ടതിൽ. പിന്നെ എങ്ങനെ ഇത് അബദ്ധമായത്? എന്റെ അറിവില്ലായ്മ കൊണ്ടും വേണ്ടത്ര ആ വിഷയത്തിലുള്ള അറിവ് നേടാൻ സാധിക്കാത്തതും കൊണ്ടാവാം ഞാൻ പറഞ്ഞതിൽ അബദ്ധമുണ്ടെന്ന് എന്റെ കേരള ജമിയത്തുൽ ഉലമയുടെ ഭാരവാഹികളായ പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തി തന്നപ്പോൾ അതാണ് സംഭവം. ഇയാൾക്ക് പറ്റിയാന്താ അറിയോ? പഴയ പുസ്തകം വായിച്ചിട്ട് ആ അറിവാണ് ഇയാൾക്കുള്ളത്. പുതിയ അപ്ഡേഷനൊന്നും ഇയാൾ അറിഞ്ഞിട്ടില്ല. കേന്നമ തിരുത്തിയ വിവരമൊന്നും ഇയാൾ അറിഞ്ഞിട്ടില്ല. കേന്നമിൻ്റെ പഴയ പുസ്തകത്തിൽ ജിന്നുബാധ ഷിർക്കാണെന്നുണ്ട്. അതിപ്പോൾ അടുത്ത് തിരുത്തിക്കണ്. ആ വിഷയം ഇയാൾ അറിഞ്ഞിട്ടില്ല. ഇയാളെ വിഷയം എന്താണ് അറിയോ? മോട്ടിവേഷനാണ്. പ്രത്യേകിച്ച് കുടുംബകലഹം ആണ് ഇയാളെ ഫേവറേറ്റ് വിഷയം. അതിൻ്റെ ഇടയ്ക്ക് മറ്റേ ജിന്ന് വിശാചൊന്നും പഠിക്കാൻ ഇയാൾക്ക് സമയം കിട്ടിയിട്ടില്ല. മൗലവി അത് തിരുത്തിക്കണ്. അതറിയണ്ടപ്പോൾ പഴയ പുസ്തകം വായിച്ചിട്ട് ഇപ്പോഴും അങ്ങനെ ഇരിക്കുക. പറയട്ടെ. ഞാൻ ആ ബോധ്യപ്പെടുത്തിയ കാര്യങ്ങളെ കൃത്യമായി വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവർ ഓർമ്മപ്പെടുത്തി തന്നപ്പോൾ തിരുസുന്നത്തും തിരുഖുർആനൊക്കെ ഇന്നലെ മിഞ്ഞാന്ന് ഇറങ്ങിയതാ. കേന്നമിനെ അതിൽ നടക്കുന്ന ഗവേഷണങ്ങളൊന്നും നിങ്ങൾ അറിയണില്ലേ? അപ്പോൾ അതൊക്കെ ഇടയ്ക്ക് നോക്കണ്ടേ, ഇടയ്ക്ക് ചോദിച്ച് മനസ്സിലാക്കണ്ടേ? ഗവേഷണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കല്ലേ. എന്താണ് മൗലവി ഇങ്ങനെയൊക്കെ പെടാൻ പാടുണ്ടോ? ഞാനത് അംഗീകരിക്കുകയും ഞാനത് വിശ്വസിക്കുകയും ആ കേരള ജമിയത്തുൽ ഉലമയുടെ വിശ്വാസത്തെ, ആ തീരുമാനത്തെ പിന്തുണച്ച് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. അതാണ് നല്ലത്. നിലനിൽപ്പിന് അതാണ് നല്ലത്. കുറച്ച് പ്രസംഗങ്ങളും വേദികളൊക്കെ കിട്ടാൻ ഇപ്പോൾ അതാണ് നല്ലത്. അപ്പോൾ പഴയ പുസ്തകം വായിച്ചതൊക്കെ കണ്ട് മറന്നാളി. അതായിരിക്കും ഇപ്പം നല്ലത്. കാരണം ഒരബദ്ധം പറ്റിയാൽ അത് തിരുത്തുന്നവനാണ് യഥാർത്ഥ വിശ്വാസി എന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്ലാമികപരമായി അങ്ങനെയൊരു ബാധ പോലെ ഒരു മനുഷ്യൻ അനുഭവപ്പെട്ടാൽ തിരുസുന്നത്തിലും വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിലും എന്താണോ അതിനുള്ള മന്ത്രങ്ങൾ, മാർഗങ്ങൾ, അത് മുൻപോട്ട് കൊണ്ടുപോകണം എന്ന് വിശ്വസിക്കുകയും അത് ജനങ്ങൾക്കിടയിൽ കേരള ജമിയത്തുൽ ഉലമയുടെ തീരുമാനം അറിയിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. എന്താ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? ജിന്ന് കയറുന്നത് ഇയാൾ അംഗീകരിച്ചു. ജിന്ന് കയറുന്ന ഇനി ഇറക്കണ വിഷയമുണ്ട്. ജിന്ന് ഇറങ്ങണ വിഷയം. ആ വിഷയത്തിൽ മുജാഹിദുകൾ തമ്മിൽ തല്ലാണ്. ഇനി ജിന്നിനെ എങ്ങനെ ഇറക്കുക എന്നുള്ളത് അതുകൂടി മൂപ്പര് വ്യക്തമാക്കിയതാണ്. അതായത് മന്ത്രത്തിലൂടെ ആണ് ഇറക്കുക. കേന്നമിൻ്റെ വിശ്വാസപ്രകാരം മന്ത്രത്തിലൂടെയാണ് ഇറക്കുക. എന്നാൽ ജിന്നിനെ ഇറക്കുന്ന മറ്റ് ചില വിശ്വാസപ്രകാരമുണ്ട്, വിശ്വാസമുള്ള ആളുകളുണ്ട്. ജിന്നിനെ അടിച്ചിറക്കലും ഊതി കെടുത്തലും ആട്ടി ഓടിക്കലും സീഡിയിട്ടുങ്ങാണ്ട് ജിന്നിനെ ഇറക്കലൊക്കെ ഉള്ള ടീമുണ്ട്. അപ്പോൾ ആ ടീമിലൊന്നും ഞാൻ പെടൂല എന്നൊന്നുകൂടി വ്യക്തമാക്കിയതാണ്. ആയിക്കോട്ടെ.
ഇനി ഇതുവരെ ഞാൻ സംസാരിച്ച എന്റെ ആ ഒരു പ്രസംഗത്തിന്റെ ഒരു അല്പഭാഗത്തിൽ സംഭവിച്ച അബദ്ധം ഇനിയൊരാളും ആക്ഷേപമായിട്ടോ സംഘടനാ സങ്കുചിതത്വ വിജയത്തിനു വേണ്ടിയോ ഉപയോഗിക്കേണ്ടതില്ല എന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ്. ചെറിയൊരു അബദ്ധം, ഇനി അത് ആരും പറഞ്ഞു നാറ്റിക്കരുത് എന്നാണ് ഇയാൾ പറയുന്നത്. എന്താണ് ചെറിയ അബദ്ധം? ഇയാൾ ഈ വിശ്വസിച്ച വിശ്വാസപ്രകാരം മർക്കസുദ്ദാവ വിഭാഗത്തിന് ഇയാൾ മുശ്രിക്കാ, ജിന്നുബാധയിൽ വിശ്വസിക്കുന്ന ഇയാൾ മുശ്രിക്കാ. എന്നാൽ ഇയാൾക്ക് ഇതേ ജിന്നിൻ്റെ വിശ്വാസത്തിന് വിസ്റ്റം വിഭാഗം ഇയാളെ സംബന്ധിച്ച് വിസ്റ്റം വിഭാഗം മുശ്രിക്കാ. കാരണം വിസ്റ്റം വിഭാഗത്തിൻ്റെ വിശ്വാസം എന്താ, കുറച്ചും കൂടി കടന്നതാ. അതായത് ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ നമ്മളൊക്കെ സഹായം തേടുക എന്ന് പറയും, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അവരുടെ ഡെഫിനിഷൻ പ്രകാരം ആ സഹായം തേടൽ പ്രാർത്ഥനയാണ്. അപ്പോൾ ജിന്നിനെ വിളിച്ചു തേടിയാൽ പ്രാർത്ഥിച്ചാൽ ശിർക്കല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് വിസ്റ്റം വിഭാഗം. അവർ ഇയാളെ വിശ്വാസപ്രകാരം മുശ്രിക്കുകളാണ്. അപ്പോൾ ഇതൊക്കെ ചെറിയൊരു ഭാഗത്ത് വന്ന് തെറ്റ്, ആരും അതിനെ വല്ലാതെ നാറ്റിക്കരുത്. കാരണം ചെറിയൊരു മിസ്റ്റേക്കാണ്, അത് ഞാൻ തിരുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എവിടെ തിരുത്താനാ മൗലവി? ഇതൊക്കെ എവിടെ കൊണ്ടുപോയിട്ടാണ് നിങ്ങൾ അവസാനിപ്പിക്കുക? കാരണം ഇത് നിങ്ങളെപ്പോലത്തെ പ്രഭാഷകന്മാർക്ക് തന്നെ നിങ്ങളുടെ വിശ്വാസം എന്താണെന്ന് അറിയണില്ല. ഈ ആളുകളെ സംബന്ധിച്ച്, സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി നിങ്ങൾ. ഏതാണ് വരെ വിശ്വാസം, ഏത് മുജാഹിദിലാണ് പെടുക എന്ന് പല മുജാഹിദികൾക്കും അറിയില്ല. സത്യമാണത്. ഞാൻ മുജാഹിദാന്ന് പറയുന്നുണ്ടാവും, പക്ഷേ ഏത് മുജാഹിദാന്ന് അറിയില്ല. കൃത്യമായി ഓരോന്നും കയറി പരിശോധിച്ച് നോക്കുമ്പോൾ അതീത്തൊന്നും ഉണ്ടാവും, ഇതീത്തൊന്നും ഉണ്ടാവും വിശ്വാസം. മർക്കസുദ്ദാവൻ്റെ വിശ്വാസം ഉണ്ടാവും, KNM-ൻ്റെ വിശ്വാസം ഉണ്ടാവും, വിസ്റ്റത്തിൻ്റെ വേറൊരു വിശ്വാസം ഉണ്ടാവും. ഇതൊക്കെ കൂട്ടിക്കലർന്ന കുറേ മുജാഹിദുകളുണ്ട്. അവരെ സംബന്ധിച്ച് എന്തായാലും അവർ മുശ്രിക്കുകളാണ്. എന്തായാലും മുശ്രിക്കാ. കാരണം ഏത് ഇതിൽ പെട്ടാലും മുശ്രിക്കായില്ലേ? ഇതാണ് അവസ്ഥ. അപ്പോൾ തിരുത്തൽ അപ്ഡേഷനൊക്കെ ഇനി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാര്യങ്ങൾ ഡേറ്റൊക്കെ ഒന്ന് കുറച്ച് വെച്ചോളി. ഇയാളാണ് ഇവരുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ സ്പീക്കർ. ഇതാണ് ഇപ്പോൾ ഇയാളെ വിവരം. അപ്പോൾ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. والحق هو الثابت الباقي الذي لا يزول. إن الباطل لا بقاء له ولا ثبات.